നമസ്കാരം. ഈ വരുന്ന ഡിസംബർ 12-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊല്ലപ്പെട്ട ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി പരിഗണിക്കുന്നു. കോടതി വാദം കേൾക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ഇതിൻ്റെ പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും 12-ാം തീയതിയിലേക്ക് വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി കോടതി ഈ കേസ് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന CBI അന്വേഷണം ഒരു തരത്തിലും തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും സത്യവാങ്മൂലം വരെ കോടതിയിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള പോലീസിൻ്റെ കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് നവീൻ ബാബുവിൻ്റെ കേസ് കൃത്യമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഈ കേസിൽ ആവശ്യമില്ല എന്നാണ് സർക്കാരും പോലീസും കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസന്വേഷണം ഏതുവരെയായി, കേസിൻ്റെ അന്വേഷണ പുരോഗതി അറിയിക്കുന്നതിന് വേണ്ടി കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിട്ടും നാളിതുവരെയായിട്ടും ഡിസംബർ 6-ാം തീയതിയാണ് ഇത് ഹാജരാക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതെങ്കിലും നാളിതുവരെയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അത്തരത്തിൽ യാതൊരു രേഖകളും ബഹുമാനപ്പെട്ട കോടതിയിൽ ധരിപ്പിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനും പോലീസിനും എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി ഇടപെട്ട് നവീൻ ബാബുവിൻ്റെ കേസന്വേഷണത്തിലെ അന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും ചോദിച്ചതോടു കൂടി തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓടിപ്പിടഞ്ഞ് ചില അന്വേഷണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് വീണ്ടും എത്തിയത് കോടതിയുടെ ഈ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി പലരുടെയും മൊഴികളെടുത്ത് ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുവാൻ വേണ്ടി പോലീസ് തുനിഞ്ഞെങ്കിലും ഇതുവരെയും ആ റിപ്പോർട്ടും കൊടുത്തിട്ടില്ല, കേസ് ഡയറിയും ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് തന്നെ പോലീസിന് കൃത്യമായി എന്തൊക്കെയോ മറച്ചു പിടിക്കാനുണ്ട്, പോലീസ് എന്തൊക്കെയോ ഭയക്കുന്നുണ്ട്, ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി പോലീസ് അണിയറയിൽ ചില നീക്കങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് കേസ് ഡയറിയും കേസ് അന്വേഷണ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കാത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ബെഞ്ചിൽ നിന്നും ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ബെഞ്ചിലാണ് ഈ കേസ് എത്തിയിരിക്കുന്നത്. നീതി ന്യായ പുസ്തകങ്ങൾ മാത്രം നോക്കി നീതി നിർവഹണം നടത്തുന്ന ഒരു ജഡ്ജി തന്നെയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത്. അതായത് ജനങ്ങളുടെ വികാരമോ മാധ്യമ വിചാരണയോ ഒന്നും കണക്കിലെടുക്കാതെ പൊതുജന വികാരത്തിൻ്റെ വശങ്ങളൊന്നും ധരിക്കാതെ കൃത്യമായി നിയമപുസ്തകങ്ങളും നീതിയും ന്യായവും നോക്കി മാത്രം വിധി പ്രസ്താവന നടത്തുന്ന ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ സമർപ്പിക്കുന്ന രേഖകളും നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിച്ചിരിക്കുന്ന പരാതികളുമെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഒരു വിധി പുറപ്പെടുവിക്കും. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ നീക്കുന്നതിന് വേണ്ടി CBI അന്വേഷണം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷി വിശ്വസിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. ഇവിടെയാണ് CPM-ൻ്റെ സമുന്നതരായ നേതാക്കളെല്ലാം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന PP ദിവ്യ, മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അഥവാ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് തനിക്കുണ്ടായ മനോവിഷമം മൂലമാണ് എന്ന് പോലീസ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുമ്പോൾ തന്നെ PP ദിവ്യയാണ് നവീൻ ബാബുവിനെ യാത്രയയപ്പ് ചടങ്ങിൽ വന്നുകൊണ്ട് നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് പരസ്യമായി പ്രസ്താവിക്കുകയും ഈ പരസ്യ പ്രസ്താവനകളൊക്കെയും ദിവ്യ കൊണ്ടുവന്ന് വീഡിയോഗ്രാഫറെ കൊണ്ട് അത് ദൃശ്യങ്ങളാക്കി പകർത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്തുകയുമുണ്ടായി. ഈ അപകീർത്തി മൂലം മാനഹാനി ഉണ്ടായതുകൊണ്ട് മനോവിഷമത്തിലാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന് പോലീസ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുമ്പോൾ ഈ സത്യവാങ്മൂലം വഴി ഏറ്റവും കൂടുതൽ വെട്ടിലാകുന്നത് PP ദിവ്യ തന്നെയാണ്. നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് പ്രേരണാകുറ്റം തന്നെയാണ് പോലീസ് PP ദിവ്യയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും PP ദിവ്യയുടെ ഏറ്റവും വിശ്വസ്തനായ അല്ലെങ്കിൽ PP ദിവ്യയുടെ തലതൊട്ടപ്പൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഈ വിഷയത്തിൽ കുടുങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് P ശശിയും PP ദിവ്യയും അടങ്ങിയ ഒരു പറ്റം ആളുകളുടെ ഒരു പറ്റം കോക്കസിന്റെ ബിനാമികളാണ് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ഏതാണ്ട് 15ഓളം പെട്രോൾ പമ്പുകൾ നടത്തുന്നത് എന്നാണ് ഇന്നലെ നിലമ്പൂർ MLA ആയ PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്. അതുപോലെ കണ്ണൂരും ചെങ്ങളായിലും നടന്നിട്ടുള്ള അനധികൃത ഭൂ
ലോറി മാഫിയ ഇടപാടുകളിലും കൃത്യമായി തന്നെ ഇത്തരം ആളുകൾക്ക് പങ്കുണ്ട്. അതായത് കണ്ണൂരിൽ നടക്കുന്ന ഇത്തരം ഇടപാടുകളിലെല്ലാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് PV അൻവർ തുറന്നടിച്ചിരിക്കുന്നത്. മാത്രമല്ല, കണ്ണൂരിലുള്ള സമുന്നതരായ എല്ലാ നേതാക്കൾക്കും ചില മന്ത്രിമാരുടെ മക്കളടങ്ങിയ ഒരു കോക്കസിനും ഏതാണ്ട് 5000 കോടി രൂപയുടെ ഭൂമി ഇടപാടുകളുമായി ബന്ധമുണ്ട്. ഇത്തരം വിവരങ്ങളെല്ലാം നവീൻ ബാബുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിനെ ഇത്തരക്കാരെല്ലാം ചേർന്ന് വകവരുത്തിയത് എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നവീൻ ബാബുവിൻ്റെ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസിൽ താനും കൂടി കക്ഷി ചേരും എന്നാണ് ഇന്നലെ PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. അതായത് നവീൻ ബാബുവിൻ്റെ കേസിന് പുതിയൊരു പോർമുഖം കൈവരുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. അടുത്ത കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് പുറത്തു പോകുന്ന PV അൻവർ കിട്ടുന്നൊരവസരത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്ക് െതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പി ശശിക്ക് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കൃത്യമായ പങ്കുണ്ട്. അഥവാ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ബിനാമികളാണ് അല്ലെങ്കിൽ ഭൂമാഫികളാണ് നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് PV അൻവർ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി CBI അന്വേഷണം ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് CPMന്റെ ആണിക്കല്ലിളക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൻ്റെ പരിഭ്രാന്തിയിൽ തന്നെയാണ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ നെട്ടോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. പി ശശിയും MP ഗോവിന്ദനും അടക്കമുള്ള കണ്ണൂരിലെ നിരവധി നേതാക്കൾക്ക് കണ്ണൂരിൽ നടന്നിരിക്കുന്ന ഭൂമി ഇടപാടുകളിൽ പങ്കുണ്ട്. മറ്റ് അനവധി ബിസിനസ് സംരംഭങ്ങളിലും പങ്കുണ്ട്. ഇവരുടെയെല്ലാം ബിനാമികളാണ് കണ്ണൂരിൽ ഉണ്ടായിരുന്നത്. ഇത്തരം കൃത്യമായ കാര്യങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി നവീൻ ബാബുവിന് ഇവരെല്ലാവരും കൂടി ചേർന്ന് വകവരുത്തിയത് എന്ന് ഇന്നലെ PV അൻവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞതിൻ്റെ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുബോധത്തിലുള്ളത്. കേരളം വിശ്വസിക്കുന്നതും ഇത് തന്നെയാണ്. എന്തായാലും ഈ വരുന്ന 12-ാം തീയതി ഹൈക്കോടതിയിൽ നടക്കുന്ന വാദത്തിൽ നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുന്നതിന് CBI വരണോ വേണ്ടയോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി കൗസർ എടപ്പകത്ത് തീരുമാനിക്കും. അന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്, കേരളത്തിൻ്റെ പൊതുബോധത്തിനും കേരളത്തിൻ്റെ മനസാക്ഷിക്കും അനുകൂലമായ ഒരു വിധി ഉണ്ടാകും. CBI അന്വേഷണത്തിന് ജഡ്ജി ഉത്തരവിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.